Good evening, dear students. നമ്മൾ കുറച്ച് നാളായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്ലാസ് ഇട്ടിട്ട് ഓക്കെ. നമുക്ക് ഇനി നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് കുറച്ച് ഒന്ന് രണ്ട് ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അതായത് റെസൊല്യൂഷൻ പഠിക്കാനുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ഇതിനിടയ്ക്ക് റെസൊല്യൂഷൻ ഇടാം, ക്ലാസ് ഇടാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് തേർഡ് മൊഡ്യൂളിലോട്ടൊന്ന് കയറുക. സെർച്ച് സ്പേസസ്. ഓക്കെ. മെനി പ്രോബ്ലംസ് ഇൻ AI ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് സെർച്ച് സ്പേസസ്. നമ്മൾ AI പ്രോബ്ലത്തിനെ എല്ലാം എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സെർച്ച് സ്പേസസ് ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദറ്റ് ഈസ് എ സെർച്ച്. ഇപ്പോൾ എന്താണ് ഒരു സെർച്ച് സ്പേസ് എന്ന് വെച്ചാൽ, എ സെർച്ച് സ്പേസ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സെറ്റ് ഓഫ് പോസിബിൾ ചോയ്സ് ഇൻ എ ഗിവൺ പ്രോബ്ലം. അതായത് ഇറ്റ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ് ഓഫ് പോസിബിൾ ചോയ്സസ്. ഒരു പ്രോബ്ലം തന്നിരുന്നാൽ അതിനകത്ത് ഏതൊക്കെ പോസിബിൾ ചോയ്സസിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും, ആ പോസിബിൾ ചോയ്സസിനെയാണെന്ന് പറയുന്നത് സെർച്ച് സ്പേസ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് എ സെർച്ച് സ്പേസ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സെറ്റ് ഓഫ് പോസിബിൾ ചോയ്സസ് ഇൻ എ ഗിവൺ പ്രോബ്ലം, വൺ ഓർ മോർ ഓഫ് വിച്ച് ആർ ദ സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലം. അപ്പോൾ അതിൽ ആ ചോയ്സസിൽ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം എന്തായിരിക്കും ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് എടുക്കാനായിട്ട്, പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. സോ ദിസ് സ്റ്റേറ്റ് സ്പേസ് അല്ലെങ്കിൽ സെർച്ച് സ്പേസ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് സ്റ്റേറ്റ് കണക്റ്റഡ് ബൈ പാത്ത് ദാറ്റ് റെപ്രസെൻറ്റ് ആക്ഷൻസ്. അപ്പോൾ സെർച്ച് സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ചേർന്നാണ്. ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിനെ എങ്ങനെ കണക്ട് ചെയ്തിരിക്കും? പാത്ത് വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കും. ദാറ്റ് റെപ്രസെൻറ്റ് ആക്ഷൻസ് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, നമ്മളുടെ ട്രീ കോൺസെപ്റ്റ് അങ്ങ് ഓർത്താൽ മതി. അപ്പോൾ സെർച്ച് സ്പേസ് എന്ന് വെച്ചാൽ എന്താണ്? AI പ്രോബ്ലത്തിനെ എല്ലാം സെർച്ച് സ്പേസസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെറ്റ് ഓഫ് പോസിബിൾ ചോയ്സസിൻ്റെ ഗിവൺ പ്രോബ്ലത്തിനെയാണെന്ന് പറയുന്നത് സെർച്ച് സ്പേസ് എന്ന് പറയുന്നത്. ആ സെർച്ച് സ്പേസിൽ ഒന്നോ അതിൽ കൂടുതലോ ചോയ്സസ് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് സെർച്ച് സ്പേസ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് സ്റ്റേറ്റിനെ കണക്ട് ചെയ്തിരിക്കും. സോ ദാറ്റ് സ്റ്റേറ്റ് കണക്റ്റഡ് ബൈ പാത്ത് വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്തിരിക്കും. ദാറ്റ് റെപ്രസെൻറ്റ് ആക്ഷൻസ്. ദേ ആർ ആൾസോ നോൺ ആസ് സ്റ്റേറ്റ് സ്പേസ് എന്നും അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അറിയപ്പെടുന്നു. എന്താണ് സ്റ്റേറ്റ് സ്പേസ് എന്നും അറിയപ്പെടാം, അതുപോലെ തന്നെ സെർച്ച് സ്പേസ് എന്നും അറിയപ്പെടാം. സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിനെ പാത്ത് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു, അത് ആക്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൾസോ നോൺ ആസ് എന്താണ്? സ്റ്റേറ്റ് സ്പേസ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് സ്റ്റാർട്ട് വിത്ത് വൺ സ്റ്റേറ്റ് ആൻഡ് എൻഡ് വിത്ത് അനദർ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേറൊരു സ്റ്റേറ്റിലേക്ക് എത്തുക. ദെൻ നെക്സ്റ്റ് വൺ സെമാൻറ്റിക് ട്രീസ്. ഇപ്പോൾ ചില ടേംസ് ഞാൻ പറഞ്ഞു പോവുകയാണെ. സെമാൻറ്റിക് ട്രീസ്. സെമാൻറ്റിക് ട്രീ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സെമാൻറ്റിക് നെറ്റ്വർക്ക് ദറ്റ് ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. അതായത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സെമാൻറ്റിക് നെറ്റ്വർക്ക് ആണെന്ന് നിങ്ങൾക്കറിയാം. നെറ്റ്വർക്ക് റെപ്രസെൻറ്റേഷൻ, നോളജ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സെമാൻറ്റിക് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെമാൻറ്റിക് ട്രീസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സെമാൻറ്റിക് നെറ്റ്വർക്ക് ആണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈച്ച് നോഡ് എക്സെപ്റ്റ് ദ റൂട്ട് നോഡ് ഹാസ് എക്സാക്ട്ലി വൺ പ്രെഡിസസർ ആൻഡ് വൺ ഓർ മോർ സക്സസർ. നിങ്ങൾ ഡേറ്റ സ്ട്രക്ചറിലൊക്കെ പഠിച്ചാണ് എന്താണ് ട്രീ കോൺസെപ്റ്റ്. ട്രീ കോൺസെപ്റ്റിൽ ഒരു റൂട്ട് നോഡ് എടുത്താൽ ആ റൂട്ട് നോഡിന് ഒരു നോഡ് എടുത്താൽ ആ നോഡിന് ഒരു പ്രെഡിസസർ കാണും, പിന്നെന്താണ് വൺ ഓർ മോർ സക്സസേഴ്സും കാണും. അതായത് പ്രെഡിസസർ എന്ന് വെച്ചാൽ ആ നോഡിന് ഒരു പേരൻറ്റ് നോഡും കാണും, അതുപോലെ തന്നെ എന്തും കാണും, ഒരു സക്സസർ നോഡും കാണും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ട്രീ എടുത്താൽ ബി എന്ന് പറഞ്ഞ നോഡ് എടുത്താൽ ബി എന്ന് പറഞ്ഞ നോഡിന് വൺ മോർ സക്സസേഴ്സ് ഉണ്ട്, രണ്ട് സക്സസർ ഉണ്ട്. ഏതൊക്കെയാണ്? ഡിയും ഇയും രണ്ട് സക്സസർ, അതുപോലെ തന്നെ ഒരു പേരൻറ്റ് നോഡ് അല്ലെങ്കിൽ പ്രെഡിസസർ ഉണ്ട്. ഏതാണ്? എ എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രെഡിസസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ സെമാൻറ്റിക് ട്രീ നോഡ് എ ഈസ് ദ പ്രെഡിസസർ ഓഫ് നോഡ് ബി ആൻഡ് ദ സക്സസർ ഓഫ് നോഡ് ബി ആർ നോഡ്സ് ഡി ആൻഡ് ഇ കണക്റ്റഡ് ഡയറക്ട്ലി ടു നോഡ് ബി. അതായത് ഡിയും ഇയും, ബി എന്ന് പറയുന്ന നോഡ് എടുത്താൽ ഡിയും ഇയും അതിൻ്റെ സക്സസർ നോഡും എ എന്ന് പറയുന്ന അതിൻ്റെ പേരൻറ്റ് നോഡും ആയിരിക്കും. സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ സെമാൻറ്റിക് ട്രീസ് എന്ന് വെച്ചാൽ വൺ നോഡ് ഹാസ് നോ പ്രെഡിസസർ. ഒരു നോഡിന് എന്താണ്? പ്രെഡിസസേഴ്സ് ഒന്നും കാണത്തില്ല. ആ നോഡിനെ എന്താ പറയുന്നത്? റൂട്ട് നോഡ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഈ ട്രീ കൺസിഡർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നതാണ് ഇതിനകത്ത് റൂട്ട് നോഡ്. ആ റൂട്ട് നോഡിന് എന്തില്ല? പ്രെഡിസസേഴ്സ് ഒന്നുമില്ല. സോ ദാറ്റ് നോഡ് ഈസ് കാൾഡ് റൂട്ട് നോഡ്. ഇൻ ജനറൽ വെൻ സെർച്ചിങ് എ സെമാൻറ്റിക് ട്രീസ് വി സ്റ്റാർട്ട് അറ്റ് ദ റൂട്ട് നോഡ്, ദാറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് നോഡ് ഓഫ് ദ പ്രോബ്ലം. സെമാൻറ്റിക് ട്രീസിൽ നമ്മളൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സെമാൻറ്റിക് ട്രീസ് എടുത്താൽ ആ സെമാൻറ്റിക് ട്രീ സ്റ്റാർട്ട് ഫ്രം ദ റൂട്ട് നോഡ് ആയിരിക്കും. അതിന് പ്രെഡിസസേഴ്സ് ഒന്നും കാണത്തില്ല. സോ ദാറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് നോഡ് ഓഫ് ദ പ്രോബ്ലം. ആ പ്രോബ്ലത്തിൻ്റെ സ്റ്റാർട്ടിംഗ് നോഡിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ റൂട്ട് നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സം നോട്ട്സ് ഹാവ് നോ സക്സസേഴ്സ്. ചില നോട്ട്സിന് എന്താണ്? സക്സസേഴ്സ് ഒന്നും കാണത്തില്ല. ദാറ്റ് നോഡ് ഈസ് കാൾഡ്, നിങ്ങൾക്കറിയാം എന്താ പറയുന്നത്? ലീഫ് നോട്ട്സ് എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് ഈ ട്രീ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ DEFG എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് ട്രീ ലീഫ് നോട്ട്സ് ആണ്. സോ വൺ ഓർ മോർ ലീഫ് നോട്ട്സ് ആർ കാൾഡ് എന്താണ്? ഗോൾ നോട്ട്സ് ആയിട്ട് വരാം. അപ്പോൾ നാലാമത്തേന്ന് പറഞ്ഞാൽ എ പാത്ത് ദാറ്റ് ലീഡ്സ് ഫ്രം ദ റൂട്ട് നോഡ് ടു
ഗോൾ നോഡ് ഈസ് കാൾഡ് എ കംപ്ലീറ്റ് പാത്ത്. ഒരു പാത്ത് റൂട്ട് നോഡിൽ നിന്ന് ഗോൾ നോഡിലേക്ക് അതിനെ ലീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് പാത്ത് ഈസ് കാൾഡ് എ കംപ്ലീറ്റ് പാത്ത് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ 4 പ്രോപ്പർട്ടീസാണ് ഇതിനകത്തുള്ളത്, നമ്മുടെ സെമാൻറ്റിക് ട്രീസിലുള്ളത്. സെമാൻറ്റിക് ട്രീ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സെമാൻറ്റിക് നെറ്റ്വർക്കാണ്. അതിൽ ഒരു നോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എക്സാക്ട്ലി 1 പ്രെഡിസസർ, അതുപോലെ 1 or more സക്സസേഴ്സും കാണും. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ നോഡ് ഹാസ് നോ പ്രെഡിസസേഴ്സ്, ദറ്റ് നോഡ് ഈസ് കാൾഡ് റൂട്ട് നോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് നോഡ് ഓഫ് ദി പ്രോബ്ലം എന്ന് പറയാം. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സം നോഡ്സ് ഹാവ് നോ സക്സസേഴ്സ്, ഒരു സക്സസേഴ്സും ഇല്ലാത്ത നോഡ്സ് കാണും. ദാറ്റ് നോഡ്സ് ആർ കാൾഡ് ലീഫ് നോഡ്സ് എന്ന് പറയാൻ പറ്റും. ചില ലീഫ് നോഡ്സ് എന്ന് പറയുന്നത് ഗോൾ നോഡ്സ് ആകാം. 4ാമത്തെ പോയിന്റ് അല്ലെങ്കിൽ 4ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പാത്ത് ദാറ്റ് ലീഡ്സ് ഫ്രം ദ റൂട്ട് നോഡ് ടു ദ ഗോൾ നോഡ്. റൂട്ട് നോഡിൽ നിന്ന് ഗോൾ നോഡ് വരെയുള്ള പാത്തിനെ എന്താ പറയുന്നത്, കംപ്ലീറ്റ് പാത്ത് എന്ന് പറയാൻ പറ്റും. സോ വെൻ കമ്പയറിങ് സെമാൻറ്റിക് നെറ്റ്വർക്കിനെയും സെമാൻറ്റിക് ട്രീസിനെയും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, സെമാൻറ്റിക് ട്രീസിനെയും സെമാൻറ്റിക് നെറ്റ്വർക്സിനെയും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറയാനായിട്ട് സാധിക്കും. വൺ ഓഫ് ദ മേജർ ഡിഫറൻസ് ഈസ് ദാറ്റ് സെമാൻറ്റിക് നെറ്റ് കണ്ടെയ്ൻ സൈക്കിൾ. സെമാൻറ്റിക് നെറ്റ്വർക്സിൽ സൈക്കിൾ പോസിബിൾ ആണ്, ബട്ട് സെമാൻറ്റിക് ട്രീസ് കനോട്ട്. സെമാൻറ്റിക് ട്രീസിൽ എന്ത് പോസിബിൾ അല്ല, സൈക്കിൾസ് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സെമാൻറ്റിക് നെറ്റ്വർക്സിനെ കുറിച്ച് പറയാനുള്ളത്. സെർച്ച് സ്പേസ് പറഞ്ഞു, സെമാൻറ്റിക് ട്രീസ് പറഞ്ഞു, സെമാൻറ്റിക് നെറ്റ്വർക്സ് അല്ല സെമാൻറ്റിക് ട്രീസ്. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ബ്രാഞ്ചിങ് ഫാക്ടേഴ്സ്. അപ്പോൾ ഒരു സെമാൻറ്റിക് ട്രീസ് എടുത്താൽ ആൻഡ് എഡ്ജ് ദാറ്റ് കണക്ട്സ് ടു നോഡ് ഈസ് കാൾഡ് എ ബ്രാഞ്ച്. ഒരു സെമാൻറ്റിക് ട്രീ എടുത്താൽ ഒരു എഡ്ജ് ദാറ്റ് കണക്ട്സ് ദ 2 നോഡ്, ഇതൊരു സെമാൻറ്റിക് ട്രീ ആണ്. അപ്പോൾ ബിയിൽ നിന്ന് ഡിയിലേക്ക് ബി എന്നും ഡി എന്നും 2 നോട്ട്സ് എടുത്താൽ, ബി എന്നും ഡി എന്നും ഒരു സെമാൻറ്റിക് ട്രീസ് എടുത്താൽ ഒരു എഡ്ജ് ദാറ്റ് കണക്ട്സ് 2 നോഡ് ഈസ് കാൾഡ് എ ബ്രാഞ്ച്. അതായത് ബിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ബ്രാഞ്ച് പോസിബിൾ ആണ്. എന്തുകൊണ്ടാണ്? ബിയും ഡിയും 2 നോട്ട്സ് ആണ്. ആ നോട്ട്സിനെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു എഡ്ജ് വരയ്ക്കാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് കാൾഡ് എ ബ്രാഞ്ച് എന്ന് പറയാം. ഇഫ് എ നോഡ് ഹാസ് n സക്സസേഴ്സ്, ഒരു നോഡ് എടുത്താൽ അതിന് n സക്സസേഴ്സും ഉണ്ടെങ്കിൽ ദാറ്റ് നോഡ് ഈസ് സെഡ് ടു ഹാവ് എ ബ്രാഞ്ചിങ് ഫാക്ടർ ഓഫ് n. ഇപ്പോൾ ഒരു നോഡ് എടുത്താൽ അതിനകത്ത് n സക്സസേഴ്സ് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നെങ്കിൽ ദാറ്റ് നോഡ് ഹാസ് ദ ബ്രാഞ്ചിങ് ഫാക്ടർ ഓഫ് n. ബ്രാഞ്ചിങ് ഫാക്ടർ എത്ര ആയിരിക്കും? n ആയിരിക്കും. ദാറ്റ് ഈസ് ദ ബ്രാഞ്ചിങ് ഫാക്ടർ ഈസ് ദ നമ്പർ ഓഫ് സക്സസേഴ്സ് ജനറേറ്റഡ് ബൈ എ ഗിവൺ നോഡ്. അതായത് ബ്രാഞ്ചിങ് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സക്സസേഴ്സ് ജനറേറ്റഡ് ബൈ എ ഗിവൺ നോഡ്. ഒരു നോഡിൽ നിന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് സക്സസേഴ്സിനെയാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നോഡ് ജനറേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് സക്സസേഴ്സിനെയാണ് അതിൻ്റെ ബ്രാഞ്ചിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ എഫക്റ്റീവ് ബ്രാഞ്ചിങ് ഫാക്ടർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സക്സസ് ജനറേറ്റഡ് ബൈ എ ടിപ്പിക്കൽ നോഡ് ഫോർ എ ഗിവൺ സെർച്ച് പ്രോബ്ലം. ഒരു സെർച്ച് പ്രോബ്ലത്തിൽ ഒരു ടിപ്പിക്കൽ നോഡ് ജനറേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് സക്സസിനെയാണെന്ന് പറയുന്നത് എഫക്റ്റീവ് ബ്രാഞ്ചിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു ബ്രാഞ്ച് എന്ന് വെച്ചാൽ ഒരു സെമാൻറ്റിക് ട്രീസിൽ നമ്മൾ എഡ്ജ് ഫോം ചെയ്യാൻ പറ്റുന്ന 2 നോട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ എന്താ പറയുന്നത്, ഒരു ബ്രാഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ബ്രാഞ്ചിങ് ഫാക്ടർ ഓഫ് എ ട്രീ എന്ന് പറയുന്നത്? ബ്രാഞ്ചിങ് ഫാക്ടർ ഓഫ് എ ട്രീ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സക്സസേഴ്സ് ദാറ്റ് ഈസ് ജനറേറ്റഡ് ബൈ എ ഗിവൺ നോഡ്. ഒരു നമ്പർ ഓഫ് സക്സസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു അതിനെയാണെന്ന് പറയുന്നത് ബ്രാഞ്ചിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഫക്റ്റീവ് ബ്രാഞ്ചിങ് ഫാക്ടർ എന്ന് വെച്ചാൽ ഒരു ടിപ്പിക്കൽ പ്രോബ്ലം തന്നിരുന്നാൽ അതിനകത്ത് ഒരു ടിപ്പിക്കൽ നോഡ് ജനറേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് സക്സസേഴ്സിനെയാണെന്ന് പറയുന്നത് എഫക്റ്റീവ് ബ്രാഞ്ചിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഫോർമൽ ഡെഫിനിഷൻ. ബ്രാഞ്ചിങ് ഫാക്ടറിൻ്റെ ഫോർമൽ ഡെഫിനിഷനാണ് n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് പ്രോസസ്ഡ്. നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന നോട്ട്സ് ആണ് n എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനകത്തെ ഡി എന്ന് പറയുന്നത്, ഡി ഇതിനകത്ത് തെളിഞ്ഞിട്ടില്ല, ഉണ്ട്. ഡി എന്ന് പറയുന്നത് ഡെപ്ത് അറ്റ് വിച്ച് ദ നോഡ് വാസ് സെർച്ച്ഡ് നോഡ് വാസ് ഫൗണ്ട്. അതായത് എത്രത്തോളം ഡെപ്തിൽ ചെന്നാലാണ് നമുക്ക് നമ്മുടെ ഗോൾ നോഡിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ഡി. ബി സ്റ്റാർ എന്ന് പറയുന്നത് എഫക്റ്റീവ് ബ്രാഞ്ചിങ് ഫാക്ടർ എന്ന് വെച്ചു. ദെൻ n ഈക്വൽ ടു ബി സ്റ്റാർ പ്ലസ് ബി സ്റ്റാർ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ബി സ്റ്റാർ ദ ഹോൾ റേസ് ടു ഡി ആയിരിക്കും. ഇപ്പോൾ എഫക്റ്റീവ് ബ്രാഞ്ചിങ് ഫാക്ടർ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് ദാറ്റ് ഈസ് പ്രോസസ്ഡ് എന്ന് വെച്ചാൽ ബി സ്റ്റാർ പ്ലസ് ബി സ്റ്റാർ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ബി സ്റ്റാർ ദ ഹോൾ റേസ് ടു ഡി ആയിരിക്കും effective branching factor എന്ന് പറയുന്നത്. So we can say that branching factor is the average number of nodes that can be reached directly from a single node. ഒരു സിംഗിൾ നോഡിൽ നിന്ന് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ആവറേജ് നമ്പർ ഓഫ് റീച്ച് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് നോട്ട്സിനെ, ആവറേജ് നമ്പർ ഓഫ് നോട്ട്സിനെ നമുക്കതെന്ന് പറയാം ബ്രാഞ്ചിങ് ഫാക്ടർ എന്ന് പറയാൻ പറ്റും. ഓക്കെ,
Then next term എന്ന് പറഞ്ഞാൽ searching trees. Searching a semantic net involves traversing the net systematically, examining nodes, looking for a goal node. We can represent the possible path through the semantic net as a search tree, which is a type of semantic tree. അതായത് നമ്മൾ എന്താണ് ഒരു സെർച്ച് ട്രീ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെർച്ച് ട്രീയിൽ നമുക്ക് റൂട്ട് നോഡിൽ നിന്ന് ഗോൾ നോഡ് വരെ ഒരു പാത്ത് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. വി ക്യാൻ പാസ് ത്രൂ ദ root node to the goal node through a semantic net as a search tree. സെമാൻറ്റിക് നെറ്റിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സെർച്ച് ട്രീ ആയിട്ട് കൺസിഡർ ചെയ്യാം, വിച്ച് ഇസ് എ ടൈപ്പ് ഓഫ് സെമാൻറ്റിക് ട്രീ. സെർച്ച് ട്രീ എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൈപ്പ് ഓഫ് എന്താണ് സെമാൻറ്റിക് ട്രീ ആണ്. സെർച്ചിങ് ഫോർ എ നോഡ് ഇൻ എ സെർച്ച് ട്രീ. സെർച്ച് ട്രീ റെസ്പോൺസ് ടു സെർച്ച് ഫോർ എ കംപ്ലീറ്റ് പാത്തിൻ്റെ സെമാൻറ്റിക് നെറ്റ്. അതായത് ഒരു സെമാൻറ്റിക് ട്രീയിൽ അല്ലെങ്കിൽ ഒരു സെർച്ച് ട്രീയിൽ നമ്മളൊരു നോഡിനെ നോഡിനെ സെർച്ച് ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് കറസ്പോൺസ് ടു സെർച്ച് ഫോർ ദ കംപ്ലീറ്റ് പാത്തിൻ്റെ സെമാൻറ്റിക് നെറ്റ്. സെമാൻറ്റിക് നെറ്റിൽ ഒരു കംപ്ലീറ്റ് പാത്തിനെ സെർച്ച് ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആണ് സെർച്ച് ട്രീയിൽ നമ്മളൊരു ഒരു നോഡിനെ സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിനകത്തൊരു സെമാൻറ്റിക് നെറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സെമാൻറ്റിക് ട്രീയും കൊടുത്തിട്ടുണ്ട്. സെമാൻറ്റിക് നെറ്റ് ക്ലോസ്ഡ് ആണ്, സെമാൻറ്റിക് ട്രീ എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. അപ്പോൾ അതിനകത്ത് സൈക്കിളിലൊന്നും ഫോം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഏതൊക്കെ ടേംസാണ് പഠിച്ച്, സെർച്ച് സ്പേസ് പഠിച്ചു, സെമാൻറ്റിക് ട്രീസ് പഠിച്ചു, ദെൻ ബ്രാഞ്ചിങ് ഫാക്ടേഴ്സ് പഠിച്ചു, സെർച്ച് ട്രീസ് പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോമ്പിനറ്റോറിയൽ എക്സ്പ്ലോഷൻ. certain terms പറയാണ്. Many problems have the property that as the number of individual item being increases, the number of possible path in a search tree increases. അതായത് നമുക്ക് നമ്മളുടെ സെർച്ച് ട്രീയിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഐറ്റംസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് പോസിബിൾ പാത്തും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, എക്സ്പൊണൻഷ്യലായിട്ട് ഇൻക്രീസ് ചെയ്യും. മീനിങ് ദാറ്റ് ആസ് ദ പ്രോബ്ലം ഗെറ്റ് ലാർജർ ഇറ്റ് ബിക്കംസ് മോർ ആൻഡ് മോർ അൺറീസണബിൾ ടു എക്സ്പെക്ട് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ടു ബി ഏബിൾ ടു സോൾവ് ഇറ്റ്. അതായത് പ്രോബ്ലം എത്രത്തോളം വലുതാകുന്നു അത്രത്തോളം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വെച്ചിട്ട് അതിനെ സോൾവ് ചെയ്യുന്നതിനുള്ള ഡിഫിക്കൽറ്റി കൂടും. ദിസ് പ്രോബ്ലം ഈസ് നോൺ ആസ്, അങ്ങനെയുള്ള പ്രോബ്ലത്തിനെയാണെന്ന് പറയുന്നത് കോമ്പിനറ്റോറിയൽ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇഫ് ദ പ്രോബ്ലം ഗെറ്റ് ലാർജർ it becomes more and more unreasonable to expect a computer program to be able to solve it. So this problem is known as a combinatorial explosion because the amount of work that a program needs to do to solve the problem seems to grow at an expressive rate due to the possible combinations. അതായത് ഡിഫറെൻറ്റ് പോസിബിൾ കോമ്പിനേഷൻസ് വെച്ചിട്ട് നമുക്ക് അതിനകത്തെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ആസ് ദ പ്രോബ്ലം ബിക്കംസ് ലാർജർ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു സോൾവ് ദ പ്രോബ്ലം. ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോമ്പിനറ്റോറിയൽ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്, സെർച്ച് സ്പേസസ് എന്താണെന്ന് പഠിച്ചു, ദെൻ നമ്മളെന്താ പഠിച്ചത്, സെമാൻറ്റിക് ട്രീസ്, ദെൻ സെർച്ച് ട്രീസ്, ബ്രാഞ്ചിങ് ഫാക്ടേഴ്സ്, അതിൻ്റെ ഫോമൽ ഡെഫിനിഷൻ പഠിച്ചു, കോമ്പിനറ്റോറിയൽ എക്സ്പ്ലോഷൻ പഠിച്ചു. ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചു നിർത്തിയത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.